എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ വിശുദ്ധീകരണമാണ് ഈ നോമ്പ് കാലത്തിലൂടെ ദൈവം അഭിലഷിക്കുന്നത്. സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാൻ നാം അറിയണം. കാമവികാരങ്ങൾക്ക് അടിമപ്പെടാതെ അതിനു വിധേയരാകാതിരിക്കണം. നമ്മൾ ഇതിൽ വഴിപിഴയ്ക്കുകയോ സഹോദരരെ വഞ്ചിക്കുകയോ ചെയ്യരുത്. ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നതെന്ന് ലേഖനത്തിലൂടെ ശ്രീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളും സഹോദരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ നല്ല അടക്കമൊതുക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട്. ഇപ്പോൾ ശരീരഭാഗം മുഴുവനും കാണിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് കാമവികാരത്തിന് മറ്റുള്ളവരെ ക്ഷണിക്കുകയും അതിനടിമപ്പെടുകയുമാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ഈ നിർദ്ദേശം നമുക്ക് ചെവിക്കൊള്ളാം, അത് സ്വീകരിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: 7 ദിവസം പരിഹാരബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നത് എന്തും വിശുദ്ധമാകും. പഴയ നിയമകാലത്തെ ആ പരിഹാര ബലി തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോ പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ചപ്പോൾ നടക്കുന്നത്. ഇത്ര വിശുദ്ധമായ സ്ഥലത്തേക്ക് നാം വരുമ്പോൾ എത്രയോ ബഹുമാനത്തോടെ, ആദരവോടെ, അച്ചടക്കത്തോടെയാണ് ആ ബലിയിൽ പങ്കുകൊള്ളേണ്ടത്. അതിവിശുദ്ധമായ സ്ഥലത്ത് നാം പ്രവേശിക്കുമ്പോൾ അതിനെ അശുദ്ധമാക്കുന്ന രീതിയിൽ നമ്മുടെ വസ്ത്രധാരണമോ നമ്മുടെ പെരുമാറ്റമോ സംസാരമോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: കുഷ്ഠരോഗി ഈശോയോട് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് ഒന്നുകൂടി വിശദീകരിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ മറുപടി ഇങ്ങനെയാണ്. ഈ സംഭാഷണത്തിൽ എന്തോ പന്തികേടുള്ളതായി നമുക്ക് തോന്നുന്നില്ലേ? ഇപ്രകാരമാണ് മക്കളെ, നമ്മൾ ഓരോരുത്തരും രോഗിയാകുമ്പോൾ നമ്മുടെ ചിന്ത ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമുണ്ട്. കർത്താവ് മൂലമാണോ നാം രോഗിയായിരിക്കുന്നത്, നാം പാപിയായിരിക്കുന്നത്, നാം തിന്മയിൽ അകപ്പെട്ടു പോണത്? ഒരിക്കലുമല്ല. അവിടുന്ന് നാം പാപിയായിരിക്കാനോ രോഗിയായിരിക്കാനോ ശാപം ലഭിക്കാനോ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ശിക്ഷിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നു കുരിശിൽ. പാപത്തിൻ്റെ ശമ്പളമായ മരണം കർത്താവ് കുരിശിൽ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവിടുന്ന് ഏറ്റ അടിപ്പിണരുകളിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ നമ്മെ കഴുകി സൗഖ്യപ്പെടുത്തുവാൻ, ആത്മാവിലും ശരീരത്തിലും മനസ്സിലും സൗഖ്യമുള്ളവരായി തീരുവാൻ അവിടുന്ന് അതീവമായി ആഗ്രഹിച്ചു. അതിനാൽ അവിടുന്ന് കുരിശുമരണം സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. നമുക്കൊരുപാട് സ്നേഹത്തോടെ അവിടുത്തെ അന്വേഷിക്കാം, അവിടുത്തെ കണ്ടുമുട്ടാം, അവിടുത്തോട് ചോദിക്കാം: കർത്താവേ, എന്നെയും നിൻ്റെ തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തണമേ. നാളത്തെ ബലിയിൽ നമുക്ക് ഇത് ആയിരിക്കട്ടെ നമ്മുടെ അപേക്ഷ. ആ കാസയിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം അവിടുന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കും. പ്രത്യേകമായിട്ട് പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയവർ, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് അവിടുന്ന് ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു: പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. തീർച്ചയായും അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തും. ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രലോഭനങ്ങൾ, പരീക്ഷകൾ എന്താണെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. അതിനാൽ അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ അടുത്തുണ്ട്. വിശുദ്ധ ബലിയിൽ നമ്മെ പൂർണ്ണമായും കൊടുക്കാം അവിടുത്തെ കരങ്ങളിലേക്ക്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.